എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തിലെ ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ വർഷം തോറും നടത്തിവരാറുള്ള രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ചുള്ള രാമായണ പ്രഭാഷണവും സന്ധ്യാനാമ പാരായണവും 29ാം ദിവസമായ ഇന്ന് പ്രഭാഷണം നടത്തുന്നത് തീർത്ഥ എസ് രമാകാന്ത്, ദിൽസ നമ്പ്യാർ. ആദ്യം ഈ രണ്ട് കുട്ടികളുടെ പ്രഭാഷണമാണ്. അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ രഘുവീര ഗദ്യ പാരായണവും ഉണ്ടായിരിക്കും. ആദ്യത്തെ പ്രഭാഷണത്തിനായിട്ട് തീർത്ഥയെയും ദിൽസ നമ്പ്യാരെയും ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യം തീർത്ഥ പ്രസന്റ് ചെയ്യുക, പിന്നീട് ദിൽസ. തീർത്ഥയെ ക്ഷണിക്കുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. എല്ലാവർക്കും നമസ്കാരം. രാവണന്റെ മന്ത്രിമാർ ഇന്ദ്രജിത്തിന്റെ വധം രാവണനെ ഇങ്ങനെയാണ് അറിയിച്ചത്. അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ മഹാദ്യുതിമാനായ പുത്രനെ ലക്ഷ്മണൻ വധിച്ചു. വിഭീഷണന്റെ സഹായത്തോടെ ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ദേവേന്ദ്രനെ ജയിച്ചവനും യുദ്ധത്തിൽ അജയ്യനും ശൂരനുമായ അദ്ദേഹം അങ്ങയുടെ പുത്രൻ ശൂരനായ ലക്ഷ്മണനാൽ കൊല്ലപ്പെട്ടു. ഇന്ദ്രജിത്തിന്റെ വധത്തെ പറ്റി അറിഞ്ഞ രാവണൻ പ്രജ്ഞ കെട്ടവനായി. ഏറെ നേരത്തിനു ശേഷം പ്രജ്ഞ വീണ്ടെടുത്ത് രാവണൻ പുത്രവധ സംതപ്തനായി ക്രോധാകുലനായ ആ ശൂരനായ രാവണൻ വൈദേഹിയെ സീതയെ മനസ്സിലോർത്ത് അവളെ വധിക്കുവാൻ തീരുമാനിച്ച് മുന്നോട്ടു പോയി. എന്റെ മകൻ നേരത്തെ മായാ സീതയെ കൊന്നു. ഇപ്പോൾ ഇതാ ഞാൻ യഥാർത്ഥ സീതയെ കൊല്ലാൻ പോവുകയാണ്. അന്നത്തെ ആ മായയെ ഞാനിതാ സത്യമാക്കാൻ പോകുന്നു. ക്ഷത്രിയ ബന്ധുവിനെ കാത്തിരിക്കുന്ന പതിവ്രതയായ വൈദേഹിയെ ഞാൻ വധിക്കാൻ പോകുന്നു. ക്രുദ്ധനായ ഖഡ്ഗമേതിക്കൊണ്ട് മൈഥിലിയുള്ള സ്ഥലത്തേക്ക് വേഗത്തിൽ പോകുന്ന അദ്ദേഹത്തെ കണ്ട് രാക്ഷസന്മാർ സിംഹനാദം മുഴക്കി. സീതയെ വധിക്കുവാനായി സീതയുടെ അടുത്തേക്ക് ഓടിയെത്തിയ അദ്ദേഹത്തെ ശുപാർശ്വൻ എന്ന മന്ത്രി തടഞ്ഞു. ശുപാർശ്വൻ പറഞ്ഞു, വിദ്യകൾ അഭ്യസിച്ച അങ്ങ് സ്വകർമ്മ നിരതനായി വർദ്ധിക്കുന്നവനായിരിക്കെ സ്ത്രീവധം ഒരിക്കലും ചെയ്യരുത്. രൂപസമ്പന്നയായ മൈഥിലിയെ രക്ഷിച്ച് അരുളുക. ഞങ്ങളോട് കൂടി ആ രാമന്റെ നേർക്ക് അങ്ങയുടെ മ്യൂട്ടായി കുറച്ച് ഒരു വരി മുമ്പ് വായിക്കേ, പുറകെ കൂടെ ലാസ്റ്റ് ലൈൻ കിട്ടിയില്ല. അങ്ങയുടെ ക്രോധം മുഴുവൻ വഹിക്കുക. ഇപ്പോൾ തന്നെ യുദ്ധത്തിന് പുറപ്പെട്ട് ആ രാമനെ വധിക്കുക. രാമനെ കൊന്ന് മൈഥിലിയെ പ്രാപിക്കുക. അതാണ് ഉചിതം. സുഹൃത്ത് പറഞ്ഞ വാക്ക് കേട്ട് രാവണൻ സഭയിലേക്ക് മടങ്ങിപ്പോയി. പിന്നീട് രാവണൻ യുദ്ധകാഹളം മുഴക്കി. എല്ലാ രാക്ഷസ സൈന്യത്തോടും കൂടി പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു പോയി രാമനെ വധിക്കുവിൻ. അപ്പോ നിങ്ങൾക്ക് അത് സാധ്യമായില്ലെങ്കിൽ വീണ്ടും മ്യൂട്ടായി. ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കെ ഞാൻ തന്നെ തീക്ഷ്ണ ശരങ്ങളാൽ രാമന്റെ ദേഹം പിളർന്ന് അവനെ വധിക്കും. പിന്നീട് മഹാപാർശ്വനും നിരൂപാക്ഷനും മഹോദരനും രാവണനും എല്ലാവരും ചേർന്ന് യുദ്ധത്തിന് ഇറങ്ങി വാനര പടയെ ഛിന്ന ഭിന്നമാക്കി. അതേസമയം വാനരന്മാരുടെ പ്രഹരമേറ്റ് രാക്ഷസപ്പടയും ഛിന്ന ഭിന്നമായി. വൻപോരിൽ രണ്ട് സൈന്യങ്ങൾക്കും കനത്ത നാശം സംഭവിച്ചു.
വിരൂപാക്ഷനെ സുഗ്രീവൻ വധിച്ചു. മഹോദരൻ എന്ന അതിശക്തനായ രാക്ഷസനും സുഗ്രീവനാൽ വധിക്കപ്പെട്ടു. അംഗദന്റെ ഇടികൊണ്ട് മഹാപാർശ്വനും വധിക്കപ്പെട്ടു. അതിക്രുദ്ധനായ രാവണൻ താമസം എന്ന മഹാഘോരമായ അമ്പെയ്ത് മാനന്മാരെ എല്ലാം എരിച്ചു അവർ എമ്പാടും വീണുപോയി. അവർ തോറ്റോടിയപ്പോൾ ഭൂമിയിലെമ്പാടും പൊടിപടലങ്ങൾ ഉയർന്നു. ബ്രഹ്മാവ് തന്നെ നിർമ്മിച്ച ആ അസ്ത്രത്തെ സഹിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. രാവണന്റെ ആ ഉത്തമ ശരത്തിന്റെ വീര്യത്താൽ ആ അനേക സൈന്യങ്ങൾ നൂറായി തകർന്നത് കണ്ടിട്ടും രാഘവൻ അവിടെ എതിർത്ത് തന്നെ നിന്നു. രാവണൻ ഒരുപാട് ദിവ്യാസ്ത്രങ്ങൾ രാമലക്ഷ്മണന്മാർക്ക് നേരെ പ്രയോഗിച്ചു. പക്ഷേ അവയെല്ലാം രാമലക്ഷ്മണന്മാർ തടുത്തു. ഇത് കണ്ട് രാവണന് കൂടുതലായി ക്രോധം ഉണ്ടായി. യുദ്ധത്തിൽ രാവണന്റെ വേൽ തറച്ച് ലക്ഷ്മണൻ ബോധരഥനായി നിലത്തു വീണു. ഉടൻ തന്നെ സുഷേണൻ ഹനുമാനോട് പറഞ്ഞു, ഇവിടെ നിന്ന് പോയി മഹോദയ പർവ്വതത്തിൽ മുമ്പ് ജാമ്പവാൻ പറഞ്ഞു തന്നതുപോലെയുള്ള ഔഷധി കൊണ്ടുവരിക. ഉടൻ തന്നെ ഹനുമാൻ യാത്രയായി. ഔഷധികളെ തിരിച്ചറിയാത്തത് കൊണ്ട് ഗിരിശിഖരത്തെ തന്നെ കൊണ്ടുവരികയും ഉടൻ തന്നെ ഔഷധങ്ങൾ ലക്ഷ്മണന് കൊടുക്കുകയും ലക്ഷ്മണൻ ഉന്മേഷവാനായി ഉണർന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. ഉന്മേഷം വീണ്ടെടുത്ത ലക്ഷ്മണനെ ആലിംഗനം ചെയ്തിട്ട് രാഘവൻ പറഞ്ഞു, ദൈവാനുഗ്രഹത്താൽ ഭവാന് മരണത്തിൽ നിന്നും തിരികെ വന്നു. ജീവിതം കൊണ്ടോ സീതയെ കൊണ്ടോ ജയം കൊണ്ടോ എനിക്ക് ഒരു കാര്യവുമില്ല. ഭവാൻ ഇല്ലെങ്കിൽ ജീവിതം കൊണ്ട് എനിക്ക് എന്ത് കാര്യം? മഹാത്മാവായ രാമൻ ഇങ്ങനെ പറയുന്ന നേരത്ത് തളർച്ച കൊണ്ടിരുന്ന ലക്ഷ്മണൻ ധീരസ്വരത്തോടെ പറഞ്ഞു, മുമ്പ് ആ പ്രതിജ്ഞ ചെയ്തിട്ട് സത്യപരാക്രമ നിർവീര്യനായ ഒരു സാധാരണക്കാരനെ പോലെ ഇങ്ങനെ പറയരുത്. തത്വത്തിന്റെ ലക്ഷണം പ്രതിജ്ഞാ പരിപാലനമാണല്ലോ. എന്നെ ചൊല്ലി അങ്ങ് നൈരാശ്യം പ്രാപിക്കരുത്. രാവണവധം ചെയ്യുമെന്ന പ്രതിജ്ഞ ഇന്ന് പാലിക്കുക. രാമരാവണ യുദ്ധത്തിൽ രാവണൻ രഥത്തിൽ ഇരുന്നു കൊണ്ടും രാമൻ താഴെ ഇരുന്നു കൊണ്ട് യുദ്ധം ചെയ്യുന്നതും കണ്ട ദേവേന്ദ്രൻ തന്റെ രഥം മാധവിയോടുകൂടി യുദ്ധകളത്തിലേക്ക് അയച്ചു. ദേവസാരഥിയായ മാധവി ശ്രീരാമചന്ദ്ര സ്വാമിയുടെ മുമ്പിൽ വന്നിരുന്നു പറഞ്ഞു, അല്ലയോ കാകുസ്ത, ഈ രഥം ദേവേന്ദ്രൻ അങ്ങയുടെ വിജയത്തിനായി അങ്ങയ്ക്ക് തന്നയച്ചിരിക്കുകയാണ്. ഇതിൽ കയറി യുദ്ധം ചെയ്താലും മഹത്തായ ഐന്ദ്രചാപവും അഗ്നിസന്നിഭമായ കവചവും ആദിത്യ പ്രഭങ്ങളായ ശരങ്ങളും തിളങ്ങുന്ന ശുഭശക്തിയും അങ്ങയ്ക്ക് തന്നയച്ചിരിക്കുന്നു. സ്വീകരിച്ചാലും. ഇത് കേട്ട് രഥത്തെ പ്രദക്ഷിണം വെച്ച് ശ്രീരാമൻ രഥത്തിൽ ആരോഹണം ചെയ്തു. അതിഘോരമായ യുദ്ധത്തിൽ രാവണന് ക്ഷീണം സംഭവിച്ചു. രാവണന് പ്രതിരോധിക്കാൻ ആകാതെ വന്നു. ഈ സമയം രാവണന്റെ സാരഥി രഥം കളത്തിൽ നിന്നും ഓടിച്ചു മാറ്റി. ഇത് കണ്ട് ക്രുദ്ധനായ രാവണൻ, വീര്യം കെട്ടവൻ, അശക്തൻ എന്നെല്ലാം എന്നെ ലോകം വിളിക്കും. നീ എന്ത് പ്രവൃത്തിയാണ് ചെയ്തത്? എന്നെ തിരിച്ച് യുദ്ധക്കളത്തിലേക്ക് തന്നെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞു. അപ്പോൾ സാരഥി പറഞ്ഞു, കൊടും പോര് ചെയ്ത അങ്ങയ്ക്ക് ക്ഷീണമുണ്ടായി കഴിഞ്ഞിരുന്നു. വീരപ്രകടനത്തിൽ ഉത്സാഹം കുറഞ്ഞ് മുന്നേറ്റമില്ലാതായി തേർക്കുതിരകൾ തേര് വലിച്ച് തളർന്നു പോയിരുന്നു. ചൂടുമൂലം അവ വിയർത്തു. മഴയേറ്റ് ചൂടുന്ന പശുക്കളെ പോലെ ദയനീയമായി തളർന്നു കഴിഞ്ഞിരുന്നു. അവിടെ കാണായ നിമിത്തങ്ങളെല്ലാം നമുക്ക് പ്രതികൂലമായിരുന്നു. പ്രത്യക്ഷമായ ഓരോന്നും നമുക്ക് എതിരായിരുന്നു സംഭവിച്ചത് കണ്ടിരുന്നത്. അപ്പോൾ ഒരു സൂതന്റെ ചുമതല അവന്റെ സ്വാമിയെ രക്ഷിക്കലാണ്. അതുകൊണ്ടാണ് രഥം ഞാൻ തിരിച്ചു ഓടിച്ചത്. ഇനി അങ്ങ് പറയുന്നത് എന്തോ അത് ഞാൻ ചെയ്തു കൊള്ളാം. പറയൂ, എന്താണ് ചെയ്യേണ്ടത്? ഇത് കേട്ട് രാവണൻ സന്തുഷ്ടനായി. രാവണൻ അവന് ഒരു ഹാരം സമർപ്പിച്ചിട്ട്
രാമന്റെ മുമ്പിലേക്ക് രഥം കൊണ്ടുപോകുവാനായിട്ട് പറഞ്ഞു. ഈ സമയം ദേവലോകത്ത് നിന്ന് അഗസ്ത്യമുനി അവിടെ പ്രത്യക്ഷപ്പെടുകയും ശ്രീരാമചന്ദ്രസ്വാമിക്ക് സർവ വിജയം നൽകുന്ന ആദിത്യ ഹൃദയം എന്ന സർവശത്രു വിനാശകമായ പുണ്യ സ്തോത്രം ശ്രീരാമചന്ദ്രസ്വാമിക്ക് പറഞ്ഞു കൊടുത്തു. അത് അക്ഷയവും പരമവും ശിവവുമാണ്, ജയപ്രദവുമാണ്. ഇത് ജപിക്കുക, നിനക്ക് സർവ വിജയങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആദിത്യ ഹൃദയ സ്തോത്രം ശ്രീരാമചന്ദ്രസ്വാമിക്ക് അഗസ്ത്യമുനി ഉപദേശിച്ചു. ഇത് ജപിക്കുക മഹാബാഹോ, ഈ ക്ഷണത്തിൽ തന്നെ ഭവാന് രാവണനെ ജയിക്കുന്നതാണ്. ഇപ്രകാരം അറിയിച്ചിട്ട് അഗസ്ത്യമുനി വന്നതുപോലെ പോവുകയും ചെയ്തു. ഈ രാമായണ മാസത്തിൽ എനിക്കും ഇങ്ങനെ ഒരു പ്രഭാഷണം പറയാൻ അവസരം നൽകിയ സമയമഠത്തിലെ എല്ലാ ഗുരുക്കന്മാരോടും പ്രത്യേകിച്ച് പരമേശ്വരൻ സാറിനോടും എന്റെ നന്ദി അറിയിക്കുന്നു. സൈറ നന്നായിട്ട് പറഞ്ഞു കേട്ടോ. നമുക്കിനി ദിൽസയുടെ കൂടെ കയറിയിട്ട് ബാക്കി നോക്കാം. ദിൽസാമ്പ്യരെ ക്ഷണിക്കുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാവണവധം എന്ന ഭാഗം ഇപ്പൊ നമുക്ക് കേൾക്കാം. രാമായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. എല്ലാവർക്കും നമസ്കാരം. അഗസ്ത്യമുനിയിൽ നിന്ന് ആദിത്യ ഹൃദയ സ്തോത്രത്തിന്റെ ഉപദേശം ലഭിച്ചപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി പൂർവാധികം തേജസ്സുള്ളവനായി തീർന്നു. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. ഏതു ശത്രുവിനെയും പരാജയപ്പെടുത്താനുള്ള വീര്യം അദ്ദേഹത്തിൽ വന്നു. സുപ്രീതനായി ഇന്ദ്രിയങ്ങളെ അടക്കിക്കൊണ്ട് മന്ത്രം ധ്യാനിച്ച് വീര്യവാനായ രാഘവൻ 3 ആചമിച്ച് മന്ത്രം ജപിച്ച് ശുദ്ധനായി ആദിത്യനെ നോക്കി കൈകൂപ്പിക്കൊണ്ട് മന്ത്രം ജപിച്ചു. ഉത്സാഹത്തോടുകൂടെ രാവണനെ നോക്കി അവനെ വധിക്കുന്നതിനായി സമസ്ത യജ്ഞങ്ങളും ചെയ്യാൻ തീരുമാനിച്ച് മുന്നോട്ട് നീങ്ങി. പിന്നീട് നടന്ന അതിഘോര യുദ്ധത്തിന്റെ അവസാനം ശ്രീരാമചന്ദ്രസ്വാമി പൈതാമഹാസ്ത്രം, അതായത് ബ്രഹ്മാസ്ത്രം എടുത്ത് കാർമുഖത്തിൽ സന്ധാനം ചെയ്ത് വസുന്ധര കുലുങ്ങുവാരും സമുദ്രത്തിനായി കാർമുഖം ആഞ്ഞുവലിച്ചു. ആഗോളം ആകത്തോടെ മർമ്മം പിളർക്കുന്ന ആ ശരം രാവണന് നേരെ നിക്ഷേപിച്ചു. ഉത്തമ ബാണത്തെ മഹാബലനായ രാമൻ മന്ത്രമുച്ചരിച്ചുകൊണ്ട് വേദപ്രോക്തമായ വിധിയനുസരിച്ചാണ് തൊടുത്തുവിട്ടത്. ആ ശരം രാവണന്റെ നെഞ്ചിൽ തറച്ചു. ആ ശരം ദുരാത്മാവായ രാവണന്റെ ഹൃദയത്തെ ഭേദിച്ചു. രുധിരം പുരണ്ടു കളന്തിമത്തായ ആ ശരം രാവണനെ വിഹനിച്ചിട്ട് കൃത്യം പൂർണ്ണമായി നിർവഹിച്ച് ഒരു കിങ്കരനെ പോലെ തിരിച്ചു വന്ന് ശ്രീരാമചന്ദ്രസ്വാമിയുടെ ആവനാഴിയിൽ വീണ്ടും പ്രവേശിച്ചു. രാവണന്റെ പ്രാണൻ പോകുന്നതോടുകൂടി കയ്യിൽ നിന്ന് വില്ലും വഴുതി താഴെ വീണു. ഉഗ്രമായ തോക്കുള്ളവനും മഹാ തേജസ്വിയുമായ രാക്ഷസൻ പ്രാണൻ പോയവനായി രഥത്തിൽ നിന്ന് താഴെ ഭൂമിയിലേക്ക് നിപതിച്ചു. അദ്ദേഹത്തെ നിപതനായതു കണ്ട് ചാകാതെ ശേഷിച്ചിരുന്ന രാക്ഷസന്മാരെല്ലാം പേടിച്ചരണ്ട് നാനാദിക്കുകളിലേക്കും ഓടിപ്പോയി. അപ്പോൾ അന്തരീക്ഷത്തിൽ സൗമ്യമായി ദേവന്മാരുടെ പെരുമ്പറയടി മുഴങ്ങി. ദിവ്യഗന്ധം പരത്തിക്കൊണ്ട് സുഖപ്രദമായ കാറ്റ് വീശി. അന്തരീക്ഷത്തിൽ നിന്ന് അപ്പോൾ മറ്റെങ്ങും കാണാത്ത പുഷ്പവൃഷ്ടി ഉണ്ടായി. രാമന്റെ തേരിനെ മൂടുന്ന രീതിയിലായിരുന്നു അത്. രാഘവനെ വാഴ്ത്തുന്ന സ്തോത്രങ്ങൾ ഗഗനത്തിൽ നിന്ന് കേൾക്കായി. മഹാത്മാക്കളായ ദേവന്മാരുടെ നന്നായി നന്നായി എന്ന അഭിനന്ദനവും കേൾക്കാനിടയായി. സർവലോകത്തിനും ഭയമുളവാക്കിയ രാവണൻ നിഹതനായപ്പോൾ ദേവന്മാരും ചാരന്മാരുമെല്ലാം അത്യധികം സന്തുഷ്ടരായി തീർന്നു. നിഹതനായ യുദ്ധത്തിൽ നിർജിതനായി കിടക്കുന്ന ഭ്രാതാവിനെ കണ്ട് ദുഃഖാകുലനായ വിഭീഷണൻ ഇപ്രകാരം വിലപിച്ചു. ഞാൻ അന്ന് പറഞ്ഞതാണല്ലോ ഈ സംഭവിച്ചിരിക്കുന്നത്. അത് അന്ന് അങ്ങേക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടില്ല.
അങ്ങ് മോഹങ്ങൾക്ക് അധീനനായി പോയി എന്നതിനാൽ ഗർവം മൂലം പ്രഹസ്തനും ഇന്ദ്രജിത്തും മറ്റുള്ളവരും കുംഭകർണനും അതിരകനായ അതികായനും നരാന്തകനും അങ്ങൊന്നും അവഗണിച്ചതെന്തോ അതിന്റെ ഫലമാണിപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത്. വീണ്ടും വ്യസനത്തോടെ വിഭീഷണൻ പറഞ്ഞു, യുദ്ധക്കളത്തിലെ വെറും മണ്ണിൽ എന്നേക്കുമായി ഉറങ്ങി കിടക്കുന്നത് പോലെ കിടക്കുന്ന ഇദ്ദേഹം ഗതസത്വനായതോടെ ഇനി ലോകത്തിൽ എന്താണ് ശേഷിച്ചിരിക്കുന്നത്? ഇങ്ങനെ വിഷമിച്ചു കൊണ്ടിരുന്ന വിഭീഷണനോട് ശ്രീരാമൻ പറഞ്ഞു, ചണ്ഡവിക്രമനായ ഇവൻ യുദ്ധത്തിൽ പരാക്രമം കുറഞ്ഞവനായതുകൊണ്ടല്ല ഹതനായത്. അത്യുന്നതമായ ഉത്സാഹത്തോടുകൂടി ഇവൻ ഒട്ടും കൂസലില്ലാതെ പൊരുതി വീണവനാണ്. ഇന്ദ്രൻ ഉൾപ്പെടെ 3 ലോകങ്ങളെയും വിറപ്പിച്ച ഈ ധീമാൻ കാലം ചെയ്ത സമയം ദുഃഖിക്കാനുള്ളതല്ല. ആർക്കും എല്ലാം ജയമെന്നത് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. വീരൻ ശത്രുക്കളാൽ വധിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ശത്രുക്കളെ വധിക്കുന്നു. ഇതാണല്ലോ ക്ഷത്രിയോചിതമായ മാർഗം എന്ന് പൂർവികർ ആദേശിച്ചിരിക്കുന്നു. യുദ്ധത്തിൽ നിഹതനായ ക്ഷത്രിയനെ ചൊല്ലി ദുഃഖിക്കാൻ പാടില്ലെന്നാണ് ശാസ്ത്ര നിയമം. അതിനാൽ ഇപ്പോൾ ചെയ്യേണ്ടതായ അനന്തര കൃത്യത്തെ പറ്റി ആലോചിക്കുക. ശത്രുതകൾ മരണത്തോടൊപ്പം അവസാനിക്കുന്നു. നമ്മുടെ ലക്ഷ്യം നിറവേറി കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ സംസ്കാര കർമ്മം നിർവഹിക്കുക. ഭവാന് ഇദ്ദേഹം എപ്രകാരമോ അപ്രകാരം തന്നെ എനിക്കും. ഉടൻ തന്നെ ചന്ദനമുട്ടികൾ അടക്കി പത്മകം, ചന്ദനം എന്നിവ പരത്തി മാന്തോൽ വിരിച്ച് വിധിപ്രകാരം പട്ടടയൊരുക്കി. രാക്ഷസേന്ദ്രന്റെ പിതൃമേധ സംസ്കാരം മുറ പോലെ നടത്തി. വിഭീഷണൻ വിധി പോലെ ചിതയ്ക്ക് തീ കൊളുത്തി. കുളിച്ച് ഈറന്തൻ വസ്ത്രം കൂട്ടി തിലോദകം വിധി പോലെ അർപ്പിച്ചു. അതിനുശേഷം രാക്ഷസേന്ദ്രനായ വിഭീഷണൻ രാമന്റെ അരികിലെത്തി വിനീതനായി നിന്നു. ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണനോട് പറഞ്ഞു, ഈ വിഭീഷണനെ ലങ്കയിൽ രാജാവായി അഭിഷേകം ചെയ്യണം. അതാണ് എന്റെ ആഗ്രഹം. ഉടൻ തന്നെ സ്വർണം കൊണ്ടുള്ള ഒരു കുടം കൊണ്ടുവന്ന് അതിൽ സമുദ്രജലം കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. വിഭീഷണനെ സിംഹാസനത്തിലിരുത്തി സമുദ്രജലം കൊണ്ട് അഭിഷേകം ചെയ്തു. വേദമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് വിഭീഷണനെ അഭിഷേകിച്ചു. ഹനുമാൻ സ്വാമി സീതാദേവിയെ രാമവിജയം അറിയിച്ചു. സീതാദേവിയുടെ അടുത്തുണ്ടായിരുന്ന രാക്ഷസികളെ കണ്ട് ദേഷ്യം വന്ന ഹനുമാൻ സ്വാമി അവരെ കൊന്നുകളയണമെന്ന് പറഞ്ഞ് പ്രഹരിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ സീതാദേവി അത് തടഞ്ഞുകൊണ്ട് ഒരു കരടിയുടെ കഥ ആഞ്ജനേയ സ്വാമിയോട് പറഞ്ഞു. പണ്ട് ഒരു വ്യാധൻ പുലിയാൽ തീർത്തപ്പെട്ട് ഒരു മരത്തിൽ കയറി. മരത്തിന്മേൽ ഒരു കരടി ഉണ്ടായിരുന്നു. മനുഷ്യനെ തള്ളിയിടാൻ പുലി കരടിയോട് പറഞ്ഞു. കരടി ചെയ്തില്ല. താൻ ഇരിക്കുന്നിടത്തേക്ക് ഓടിക്കയറിയവൻ തന്നെ ആശ്രയിച്ചവൻ എന്നതിനാൽ കരടി അവിടെ കിടന്നുറങ്ങി. പുലി മനുഷ്യനോട് രക്ഷിക്കാമെന്ന് പറഞ്ഞു. കരടിയെ തള്ളിയിട്ടാൽ മനുഷ്യനെ രക്ഷിക്കാമെന്ന്. മനുഷ്യൻ കരടിയെ തള്ളി. കൊമ്പിലുള്ള പിടിവിടാതെ കരടി രക്ഷപ്പെട്ടു. പുലി വീണ്ടും കരടിയോട് പറഞ്ഞു, വഞ്ചകനെ തള്ളിയിടാൻ. അപ്പോഴാണ് കരടി ശ്ലോകം ചൊല്ലിയത്. പാപാനാം വാ ശുഭാനാം വാ വധാർഹാണാം മദാപി വാ കാര്യം കാരുണ്യമാര്യേണ ന കശ്ചിന്ന പരാധ്യതി ലോകഹിംസാ വിഹാരാണാം ക്രൂരാണാം പാപകർമ്മണാം കുർവതാമപി പാപാനി നൈവ കാര്യമശോഭനം. പാപികളോടായാലും നല്ലവരോടായാലും ശ്രേഷ്ഠന്മാർ കാരുണ്യം കാട്ടണം. കുറ്റം ചെയ്യാത്തവരായി ആരുമില്ല. ലോകഹിംസയിൽ വിഹരിക്കുന്നവനും ക്രൂരമായ പാപകർമ്മങ്ങൾ ചെയ്യുന്നവരും പാപിഷ്ടമായുള്ളവരോടും അശോഭമായ ദുഷ്ടമായ പ്രവൃത്തി ചെയ്യരുത്. ഇത് കേട്ട ഹനുമാൻ സ്വാമി സീതാദേവിയോട് പറഞ്ഞു, ധർമാത്മാവായ ശ്രീരാമനെ ചേർന്ന ധർമ്മപത്നി തന്നെ. എന്നിട്ട് ജനകാത്മജയായ വൈദേഹി പറഞ്ഞു,
ഞാൻ ഭക്തവത്സലനായ ഭർത്താവിനെ കാണാൻ ഇച്ഛിക്കുന്നുവെന്ന് അദ്ദേഹത്തിനോട് പറയുക. ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്രസ്വാമിയെ വിവരം അറിയിച്ചു. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു, മുങ്ങിക്കുളിച്ച് മികച്ച കുറിക്കൂട്ടുകളും ആഭരണങ്ങളും അണിഞ്ഞ് സീതയെ എന്റെ മുന്നിലേക്ക് ആനയിച്ചാലും. ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അന്തപുരത്തിലേക്ക് പോയി തന്റെ സ്ത്രീകളെയും കൂട്ടിച്ചെന്ന് സീതയെ അറിയിച്ചു. പിന്നെ തല മുങ്ങിക്കുളിച്ച് പരിചരണത്തിനെത്തിയവരുടെ സഹായത്തോടെ ശ്രേഷ്ഠമായ ആഭരണങ്ങളും മികച്ച വസ്ത്രങ്ങളും ധരിച്ച് ദേവിയെ ശോഭിക്കുന്ന ശ്രേഷ്ഠമായ പട്ടുകൾ കൊണ്ട് തിരശേയമായ പല്ലക്കിൽ കയറ്റി രാക്ഷസന്മാരുടെ അകമ്പടിയോടെ വിഭീഷണൻ രാമസന്നിധിയിലേക്ക് ആനയിച്ചു. ഈ രാമായണ മാസത്തിൽ പ്രഭാഷണം ചെയ്യാൻ അവസരം തന്ന പരമേശ്വരൻ സാറിനും സ്വാമിയാർമഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി അർപ്പിക്കുന്നു. നന്ദി. നന്നായിട്ട് പറഞ്ഞു കേട്ടോ മോളെ, വളരെ വളരെ നന്നായിരുന്നു. ഇന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സന്ദേശം ഇതിനകത്ത് ഇന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ കേട്ടത് ഭഗവാന്റെ അവതാര ദൗത്യം നിറവേറ്റിയതായിട്ടാണ്. നമ്മുടെ കുട്ടികൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പാഠം, എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ക്യാരക്ടർ എന്നുള്ള ആ ഒരു പാഠം അടിവരയിട്ട് മനസ്സിലാക്കണം. രാവണന് വലിയ പഠിപ്പുള്ള ആളായിരുന്നു. ശ്രീരാമചന്ദ്രസ്വാമിയെക്കാട്ടിലും കൂടുതൽ വേദവും ശാസ്ത്രവും പഠിച്ച ആളാണ്. പക്ഷേ വിനയം ഒട്ടും ഇല്ലായിരുന്നു. അതിന്റെ രണ്ട് സന്ദർഭങ്ങൾ, ഒന്ന് കൈലാസത്തിൽ ഒരിക്കൽ പോയപ്പോൾ നന്ദികേശ്വരനെ അവിടെ കാണുകയുണ്ടായി. കണ്ട ഉടനെ ഇത് കുരങ്ങന്റെ മുഖമായിട്ടിരിക്കുന്ന ഒരാളാണല്ലോ എന്ന് പറഞ്ഞു. നന്ദികേശ്വരനെ അപമാനിച്ചു. വിനയമില്ലാത്തൊരു കാര്യമല്ലേ ചെയ്തത്? നന്ദികേശ്വരൻ ആരാണ്? അപ്പോ നന്ദി എന്നൊരു ശാപം കൊടുത്തു. കുരങ്ങന്റെ മുഖം പോലെയല്ലേ നീ എൻ്റെ മുഖത്തിനെ പറഞ്ഞത്? കുരങ്ങന്മാർ മുഖാന്തരം നിന്റെ കുലം നശിക്കും എന്ന് പറഞ്ഞു. അത് സംഭവിച്ചല്ലോ അല്ലേ? പിന്നൊരു സന്ദർഭത്തില് സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ കൈലാസം പുഷ്പവിമാനത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു തടസ്സം പോലെ തോന്നി. ആർക്ക്? രാവണന്. ഏത്? രാവണന്റെ മാർഗത്തിൽ കൈലാസം തടസ്സമായിട്ട് തോന്നി. എത്ര ഹീനമായ ഒരു ചിന്തയാണ്. ഉടനെ തന്നെ കൈലാസത്തെ പൊക്കി മാറ്റി കളയാൻ വേണ്ടിയിട്ട് കൈ ഇട്ട് കൈലാസത്തെ പൊക്കാൻ തുടങ്ങി. കൈ കുറച്ചങ്ങ് അകത്തേക്ക് ആയപ്പോഴത്തേക്കും പരമശിവൻ കൈലാസം ഇളകുന്നത് കണ്ടപ്പോൾ കാര്യം മനസ്സിലായി. ഭഗവാൻ ഒരു അമർത്തമർത്തി. രാവണൻ അതിൻ്റെ അടിയിൽ കൈയെല്ലാം കുടുങ്ങി ചതഞ്ഞരയുന്ന രീതിയിൽ അതിനടിയിൽ പെട്ടു. കാര്യം മനസ്സിലായല്ലോ. ഉടനെ ഭഗവാനെ സ്തുതിച്ചു. വലിയ പാട്ടുകാരാണ് രാവണൻ, ഗംഭീരമായിട്ട് പാടും. നല്ല നല്ല കൃതികൾ രചിച്ചിട്ടുണ്ട്, ഒരുപാട് ശിവതാണ്ഡവമൊക്കെ രചിച്ചിട്ടുള്ള ആളാണ്. ഭഗവാനെ സ്തുതിച്ച് അങ്ങ് പാടാൻ തുടങ്ങി. ഒരുപാട് പാടിയപ്പോഴത്തേക്കും ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണല്ലോ ശ്രീ പരമേശ്വരൻ, കരുണാമയനാണ്. ഭഗവാന് തോന്നി, അയ്യോ രാവണൻ പാവം അബദ്ധമായിട്ട് ഒരു ചെറിയൊരു അഹങ്കാരം കൊണ്ട് ചെയ്തതായിരിക്കും, സാരമില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മോചിപ്പിച്ച്, എന്ന് മാത്രമല്ല അനുഗ്രഹിച്ചു. ചന്ദ്രഹാസം എന്നുള്ള ആ വാളും കൂടെ കൊടുത്തു. അപ്പോ എന്തായിരിക്കും ഭഗവാൻ വിചാരിച്ചത്? നല്ല രീതിയിൽ ജീവിക്കും, ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിച്ച് നല്ല ഒരു ഭരണമായിരിക്കും ഇനി രാവണൻ ചെയ്യാൻ പോണേന്നാണ് പരമേശ്വരൻ വിചാരിച്ചത്. അങ്ങനെയാണ് അനുഗ്രഹിച്ചത്. രാവണൻ ആ ചന്ദ്രഹാസം എന്തിനുപയോഗിച്ചു? അവിടെയാണ് വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ആലോചിക്കേണ്ട ഒരു സമയം. ആ ഭഗവാൻ നന്മയ്ക്ക് വേണ്ടി കൊടുത്ത ചന്ദ്രഹാസത്തെ അദ്ദേഹം മഹാഭക്തനായ ജടായുവിൻ്റെ ചിറകരികളയാൻ ഉപയോഗിച്ചു. ഇല്ലേ? എത്ര ഹീനമായ കർമ്മമാണ് ചെയ്തത്. അങ്ങനെ എങ്ങനെ നോക്കിയാലും രാവണൻ ചെയ്തിരിക്കുന്ന പ്രവൃത്തികളെല്ലാം നിഷിദ്ധ കർമ്മങ്ങളാണ്. വേദം പഠിച്ച ഒരാള് നിഷിദ്ധ കർമ്മങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. വേദം അതാണ് പഠിപ്പിക്കുന്നത്. ചെയ്യേണ്ട കർമ്മങ്ങളും ചെയ്യരുതാത്ത കർമ്മങ്ങളും. ഇവിടെ രാവണൻ ചെയ്തത് മുഴുവൻ ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളെയാണ് ചെയ്തത്. അപ്പൊ വേദം പഠിച്ചതുകൊണ്ട് വല്ല ഗുണമുണ്ടായോ? ഉണ്ടായില്ല. പിന്നെ ഏറ്റവും വലിയ ദോഷം എന്തായിരുന്നു? ഈ ശാസ്ത്രങ്ങളും വേദങ്ങളും പഠിച്ച് ഭക്തിയും കൂടെയുള്ള ഒരാള് എങ്ങനെ ഇരിക്കണം? സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ ശക്തിയുള്ളവരാകണം. അതാണല്ലോ നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ അതല്ലേ പഠിപ്പിക്കുന്നത്. സോമചേട്ടൻ എടുക്കുന്ന ക്ലാസ്സിലെല്ലാം പറഞ്ഞു തരുന്നത് എന്താണ്? നിങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കണം, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, കാമത്തിന് അടിമപ്പെടരുത്, ഒരുപാട് ആഗ്രഹങ്ങൾ കൂട്ടി വെക്കരുത്. ഇതാണ് ഭഗവാൻ ബാബ എപ്പോഴും പറയുന്നു, സീലിംഗ് ഓൺ ഡിസൈർസ്. ആഗ്രഹങ്ങൾക്ക് പരിധി വെക്കണം. ഇവിടെ രാവണന് സംഭവിച്ചത് തന്നെയാണ്. ഏത് നല്ലത് കണ്ടാലും അത് രാവണന് വേണം.
ഏറ്റവും ഉയർന്നത് ഏതോ അത് രാവണന് വേണം. അങ്ങനെയാണ് വൈശ്രവണന്റെ വിമാനം മേടിച്ചത്. ഇങ്ങനെ പല കഥകളുണ്ടല്ലോ. അപ്പോ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിൽ നിർത്താൻ പറ്റണം. നമ്മൾ പറയുന്നതായിരിക്കണം മനസ്സ് അനുസരിക്കേണ്ടത്, മനസ്സ് പറയുന്നതല്ല നമ്മൾ അനുസരിക്കേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ക്യാരക്ടർ. വിദ്യാഭ്യാസം കൊണ്ട് സ്വഭാവം നന്നാകണം. നന്നായില്ലെങ്കിൽ രാവണന് സംഭവിച്ച പോലെ എത്ര വലിയ ആളാണെങ്കിലും അവസാനം പരാജയമായിരിക്കും വരുന്നേ. അപ്പൊ കുഞ്ഞുങ്ങൾ ഇന്നത്തെ ഈ കഥയിൽ നിന്ന് അത് വളരെയധികം നന്നായിട്ട് മനസ്സിലാക്കണം. ജീവിതത്തിൽ ആഗ്രഹങ്ങൾക്ക് പരിധി വെക്കണം. ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് കഴിയണം. മറ്റുള്ളവരുടേതൊന്നും ആഗ്രഹിക്കരുത്. ഈ പാഠമാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. ഇത് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. നാളെ നമുക്ക് ഭഗവാന്റെ പട്ടാഭിഷേകം ബാക്കിയ കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഇതിനു ശേഷം നമുക്ക് രഘുവീര ഗദ്യം കേൾക്കാം. ഇപ്പോ മധുച്ചേട്ട കുഞ്ഞുങ്ങൾക്ക് 2 അനുഗ്രഹവാക്ക് പറയുന്നതായിരിക്കും. മധുച്ചേട്ടാ. സായിറാം. ഇന്ന് 29ാമത്തെ ദിവസമാണ്. തീർത്ഥേന്ദൽസ്യമാണ് പ്രഭാഷണം നടത്തിയത്. രണ്ടുപേരുടെയും പ്രഭാഷണം ഗംഭീരമായിരുന്നു. വളരെ വിശദമായിട്ട് വിശകലനം ചെയ്ത് തന്നെ രാമായണത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു. ഇന്ദ്രജിത്തിന്റെ വധം രാവണനെ അസ്വസ്ഥനാക്കി, പകരം സീതയെ വധിക്കാൻ തീരുമാനിക്കുന്നു. പിന്നെ തീരുമാനത്തിൽ നിന്ന് പിന്മാറി രാമനെ വധിക്കാൻ തീരുമാനിച്ചു. പിന്നെ യുദ്ധമായി. ഇരുഭാഗത്തെയും സൈന്യങ്ങള് കൂടുതലെല്ലാം കൊന്നൊടുക്കിയിട്ടുണ്ട്. ലക്ഷ്മണൻ രാവണനോട് ഏറ്റുമുട്ടും നിലംപതിച്ചെങ്കിലും ഹനുമാന്റെ ദിവ്യൌഷധ പ്രയോഗം കൊണ്ട് പിന്നെ പൂർവാധികം ബലവാനായി ശ്രീരാമൻ ദേവരഥത്തിലേറി രാമരാവണ യുദ്ധം നടന്നു. ഒടുവിൽ ആദിത്യ ഹൃദയം അഗസ്ത്യമുനി ഉപദേശിച്ചു കൊടുക്കുന്നു. സർവവിജയങ്ങളും ആശംസിക്കുകയും ചെയ്യുന്നു. പിന്നെ ഒടുവിൽ രാമബാണമേറ്റ് രാവണന്റെ വധം നടക്കുന്നു. ദേവലോകത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടക്കുന്നു. വിഭീഷണൻ വിധി പോലെ രാവണന്റെ ശപഥാഹം നടത്തി വിഭീഷണനെ ലങ്കയുടെ രാജാവാക്കി. ഹനുമത് സീതാ സംഗമം നടന്നു. ഇനി സീത രാമസന്നിധിയിലേക്ക് പോകുന്ന ഭാഗം വരെയാണ് രണ്ടുപേരും വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചത്. രാമായണം നമുക്ക് നൽകുന്ന ശ്രേഷ്ഠമായ ഒരു പാഠമുണ്ട്. പരമേശ്വരൻ സാർ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം ചെയ്തു തീർക്കേണ്ടതായ ഒരു സത്യമുണ്ട്, ഒരു ദൗത്യമുണ്ട്. അതാണ് നമ്മുടെ ധർമ്മം. ഇതിന് മറ്റൊരു പേര് കൂടി കൂടുതൽ അനുയോജ്യമായിട്ടുണ്ട്, നിയതി. നല്ല അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ അതിനെ വിധിയെന്നും പറയാം. രാമൻ ഭൂമിയിലേക്ക് വന്നത് രാജ്യം ഭരിക്കാനല്ല. രാമന്റെ ജീവിതത്തിന് അഥവാ ജന്മത്തിന് ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. അതാണ് രാവണ നിഗ്രഹം. ധർമാധർമ്മങ്ങളുള്ള യുദ്ധമാണ്. ധർമ്മം വിജയിച്ചേ തീരും. ആ ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ടാണ് ഇന്ന് അവതാര പുരുഷന്മാരും ഗുരുഭൂതന്മാരും എല്ലാം ഉണ്ടായിരിക്കുന്നത്. ആ ധർമ്മം ഏതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഭഗവാനെ ശരണം പ്രാപിക്കുക തന്നെ ചെയ്യണം. ആ ശരണപ്രാപ്തിയോടുകൂടി നമ്മുടെ ജീവിതം സുഖമാവും, സന്തോഷമാവും, സർവൈശ്വര്യങ്ങളും ലഭിക്കും. ഗുരുക്കന്മാരെ ബഹുമാനിക്കുകയും ശാസ്ത്രങ്ങൾ പഠിക്കുകയും രാമായണം നിത്യപാരായണത്തിന് ഉപയുക്തമാക്കുകയും ചെയ്യണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ കുട്ടികളെ എല്ലാവരെയും രാമായണം പഠിക്കാനായിട്ട് പ്രേരിപ്പിച്ച രക്ഷിതാക്കൾ അങ്ങേറ്റം നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം. വിദ്യ സ്റ്റോപ്പ് ചെയ്യാം.